ഏവർക്കും ഫുഡ് ഫോർ പീപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണാശംസകൾ. നമ്മളിന്ന് ഒരു 3 ടൈപ്പ് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാലേ ഞങ്ങൾ ഇടുന്നതെല്ലാം നിങ്ങൾക്ക് ചടപടയെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പായസത്തിനും മെയിൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം. നമുക്ക് അത് ആദ്യം വറുത്തെടുക്കാം. നമ്മൾ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് മുഴുവൻ. അപ്പം നെയ്യ് നന്നായി തിളച്ച് വന്നിട്ട് ചട്ടി കയറിയതിന് മുന്നേ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്കൊരു ഫ്രൂട്ട്സ് പായസം ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഷുഗർ സൊല്യൂഷൻ ആദ്യം നമ്മളൊരു 3/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മളൊരു സൊല്യൂഷൻ ടൈപ്പിലാക്കി എടുക്കണത്. അപ്പോൾ ആവശ്യത്തിന് നമ്മളതിൻ്റെ വെള്ളം ഇടാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് ഇടുക. അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് പറഞ്ഞാൽ നമ്മൾ ബനാന, പൈനാപ്പിള്, ആപ്പിള്, മാതളങ്ങ അതൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം ഒന്ന് കൂട്ടി കൊടുക്കണം. ഷുഗർ സിറപ്പ് ഫ്രൂട്ട്സിൽ പിടിക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് അടച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിലെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് പിടിക്കുമ്പോഴേക്കും നമുക്ക് പാലം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടൊരു പായസമാണ്, ഫ്രൂട്ട് പായസം. ചിലവരിത് കേട്ടിട്ടുണ്ടാവില്ല, ചിലവരിത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഫ്രൂട്ട് സിറപ്പ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് ഇട്ടത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഈ ഫ്രൂട്ട് പായസത്തിൻ്റെ ഏറ്റവും മെയിൻ ഡ്രൈ ഫ്രൂട്ട്സ് അത് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ പിസ്ത, ബദാം, മുന്തിരിയൊക്കെ ഉണ്ട്, അണ്ടിപ്പരിപ്പും. ഫ്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പായസത്തിലേക്ക് കിടക്കാം. അടുത്ത നമുക്ക് ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കാം. നമ്മളിവിടെ ഒരു 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 3/4 ഉള്ളൂ, ഇനി ഒരു 3/4 കൂടെ നമ്മൾ ഒഴിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി പാല് കുറച്ചും കൂടി തിളപ്പിക്കാൻ വെച്ചത് ഒരു പാല് കാച്ചലായി മാറും. അപ്പോൾ നമ്മൾ ആദ്യം വറുത്തെടുത്ത സേമിയ അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇടാം. വറുത്തെടുത്ത ഈ സേമിയ നമ്മൾ വറുത്തെടുത്തത് നെയ്യിലാണ്. അപ്പോൾ സേമിയ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ സേമിയ പോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാരറ്റ്, നമ്മൾ ക്യാരറ്റ് നന്നായി ചീകി എടുത്തതാണ്, നമുക്കിതിലേക്ക് ഇടാം. അടുത്ത നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. 7, 8 നമ്മൾ 8 ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് പഞ്ചസാര. അടുത്ത നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇടാം. അപ്പോൾ ക്യാരറ്റ് സേമിയ പായസത്തിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വന്നിട്ട് കൊടുക്കാം. ക്യാരറ്റ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി കാരമൽ അടപ്പായസം ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ അടപ്പായസത്തിന് നമ്മൾ അട എടുത്തിട്ടുണ്ട്. ഈ അട നമ്മൾ നന്നായിട്ട് ചുടുവെള്ളത്തിൽ വേവിച്ചെടുത്ത അടയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തണം. കാരണം ഇതിൽ പശപ്പശപ്പ് അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്.
നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരമൽ അടപ്പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കാരമൽ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു പാനിൽ പഞ്ചസാര ഇടുന്നത്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിരിക്കണം. അപ്പോൾ നമ്മളിത് കരിയാണ്ടൊന്ന് സൂക്ഷിച്ചിട്ടൊക്കെ ഇളക്കണം. നന്നായി ഇളക്കുക മാക്സിമം. അതാണ് ഇതിൻ്റെ മെയിൻ. ഇത് അലിഞ്ഞ് വരുന്നത് പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് വെള്ളമുണ്ട്. ലോ ഫ്ലെയിമിലാക്കണ്ടല്ലേ ശിവല്ലേ? ലോ ഫ്ലെയിമിൽ നമ്മൾ ഇങ്ങനെ ഇളക്കണം. അപ്പോൾ അങ്ങനെ പഞ്ചസാര കട്ടിയായി ഇങ്ങനെ അലിയും. പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞതാ ഒരു ഏകദേശം വെള്ളമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അലിയാനുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇളക്കി അലിയിക്കാം. അപ്പോൾ ഈ പരിപാടി നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യണം. എന്നാലേ അടി പിടിക്കാൻ നല്ലൊരു ഒറ്റപ്പിൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ കാരമൽ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ ഈ കാരമൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി അല്ലേ? സൂപ്പറായിട്ടുണ്ട് കാരമലട. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പിസ്ത ഒക്കെ ഉണ്ട്. പിസ്ത ഇല്ല. അപ്പോൾ നമ്മുടെ 3 ടൈപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 3 ആളും 3 പായസം കഴിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് പറയാൻ പോവാണ്. അപ്പോൾ നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു മയിലിൻ്റെ താവളത്താണ്. വേണ്ട മയിൽപ്പിലിയൊക്കെ നമ്മുടെ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാം. നോക്കാം. ക്യാരറ്റ് സേമിയ പായസം ഒരു രക്ഷയില്ല, അടിപൊളിയുണ്ട്. ഇത് നമ്മുടെ ഫ്രൂട്ട് പായസം. ഇത് അടിപൊളിയുണ്ട്. പിന്നെ ചെറിയൊരു പുളിപ്പ് നമ്മുടെ പൈനാപ്പിളിൻ്റെ. അപ്പോൾ പൈനാപ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ കുടിക്കാൻ കുഴപ്പമില്ല. പിന്നെ കുറച്ച് സമയമൊക്കെ എടുത്താൽ ഈ പൈനാപ്പിൾ പുളിപ്പൊക്കെ അങ്ങനെ മിക്സായി അതൊക്കെ വരും. അതെങ്ങനെയുണ്ട്? ഇത് കാരമൽ അട. അപ്പോൾ ഈ പായസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഗതി അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളൂ. നമ്മൾ കാരമൽ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഒരു അലിഞ്ഞൊരു ലെവലായത് നമ്മൾ എടുക്കണം. നമ്മളിത് കുറേ നേരം വെച്ചത് കൊണ്ട് കുറച്ച് ഒരു ഹാർഡായിട്ടുണ്ട്. കുറച്ച് കാരമലിൻ്റെ ടേസ്റ്റ് കൂടി. ഇത് ചാങ്ങ സൂപ്പറാ. എൻ്റെ പൈസ കഴിഞ്ഞ അടിപൊളിയുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം ചടപട്ടേന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.